Hey all, good morning. So, നമ്മളിന്ന് സെമി കണ്ടക്ടർ എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ എന്ന ടോപ്പിക് നമ്മൾ +2 ടോപ്പിക്കാണ്. ഇത് ഒരു CUET സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിന്റെ മെയിൻ ടോപ്പിക്കാണ്. ഓക്കെ. സോ വി ആർ സ്റ്റാർട്ട് അവർ ലെക്ചർ. സെമി കണ്ടക്ടർ എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയൽസ് നമുക്കറിയാം. നമ്മുടെ മെറ്റീരിയൽസ് അല്ലെ, ഈ മെറ്റീരിയൽസ് നമ്മൾ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടക്ടർ, രണ്ടാമത്തത് ഇൻസുലേറ്റർ, മൂന്നാമത്തത് സെമി കണ്ടക്ടർ. അപ്പോ ഒരു കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അത് കണ്ടക്ട് ചെയ്യുന്ന ഒരു സാധനം അല്ലെ. കണ്ടക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഒരു മെറ്റീരിയലിന്റെ ഉള്ളിലൂടെ അത് പാസ് ചെയ്യാൻ, അല്ലെങ്കിൽ പാസ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? കണ്ടക്ടർ എന്നുള്ളത് അല്ലെ. അപ്പൊ ഇൻസുലേറ്റർ എന്തായിരിക്കും? ഇൻസുലേറ്റർ എന്ന് പറയുമ്പോൾ കണ്ടക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് വിച്ച് ഒപ്പോസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡിനെ പാസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്നതായിരിക്കും ആര്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോ മൂന്നാമത്തെ മെറ്റീരിയൽ അല്ലെ. അപ്പൊ സെമി കണ്ടക്ടർ എന്തായിരിക്കും? ഈ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ദയർ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. സാധനം കിട്ടിയോ? കണ്ടക്ടറിന്റെയും ഇൻസുലേറ്ററിന്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലിനാണ് എന്തെന്ന് പറയാ? സെമി കണ്ടക്ടർ എന്ന് പറയാ. അപ്പോ നമ്മൾ സെമി കണ്ടക്ടർ ഫർദർ ഡിസ്കസ് ചെയ്യാണ്. ഈ ഇതിന്റെ മെറ്റീരിയൽസിന്റെ റെസിസ്റ്റിവിറ്റി ഇവിടെ ഉണ്ട്, കണ്ടക്ടിവിറ്റി ഇവിടെയുണ്ട്. കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി 10⁻⁶ to 10⁻⁸. സെമി കണ്ടക്ടറിന്റെ 10⁻⁴ to 10⁻3. ഇൻസുലേറ്ററിന്റെ 10⁻7 to 10⁻6. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്, ഈ കണ്ടക്ടറിന്റെ കേസിൽ രണ്ടും റെസിസ്റ്റിവിറ്റി രണ്ടും നെഗറ്റീവ് ആയിരിക്കും. സെമി കണ്ടക്ടറിന്റെ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയിരിക്കും. ഇൻസുലേറ്ററിന്റെ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റിവിറ്റി അല്ലെ. കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി. അപ്പൊ നമുക്ക് ഇവിടെ വെക്കുമ്പോൾ എന്താണ് ഇവിടെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഇതിന്റെ റെസിപ്രോക്കൽ 10⁻⁶ അല്ലെ 6 ആവും, 10⁻�8 അല്ലെ 8 ആവും, ഇവിടെ -4 ഉള്ള 4 ആവും, -3 ആവും അല്ലെ. ഈ ഒരു സാധനം തന്നെ കിട്ടും. അപ്പൊ എക്സാമിന് ഇത് സിമ്പിൾ ആണ്. കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി രണ്ടും നെഗറ്റീവ് ആയിരിക്കും. കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി രണ്ടും പോസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ഓരോന്നും പഠിച്ചാൽ ഇത് സെറ്റ് ആവും. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് CUT-ക്കൊക്കെ എല്ലാ വർഷവും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫർദർ വി ആർ മൂവിങ്. സോ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ദർ ആർ ടു ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ: ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്തിന്റെ ബേസിലാണ് ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും അതേപോലെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഇവിടെ ക്ലാസിഫൈ ചെയ്തത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അത് പ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആയിരിക്കും. ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അത് ഇംപ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പൊ എന്താണ് ഇംപ്യുവർ സെമി കണ്ടക്ടർ എന്ന് വെക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഇംപ്യുവർ സെമി കണ്ടക്ടർ ആവുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പിംഗ് ചെയ്തിട്ടാണ്. ഡോപ്പിംഗ് എന്ന് വെച്ചാൽ വേറൊരു എലമെന്റ് ആഡ് ചെയ്തിട്ടാണ് ഇംപ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അപ്പോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഓക്കെ ആയി. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒരു മെയിൻ പോയിന്റ് ആണ് concentration of holes is equal to concentration of electrons is equal to concentration of total intrinsic. അതായത് concentration of ഹോൾസും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസും ടോട്ടൽ കോൺസെൻട്രേഷനും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ കടക്കാണ്. നമ്മൾ പറഞ്ഞു ഡോപ്പിംഗ് ബൈ ചെയ്തിട്ട് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഡോപ്പിംഗ് ചെയ്തിട്ടാണ് ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത് എന്ന് അല്ലെ. അപ്പോ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ ഡോപ്പിംഗ് ചെയ്തിട്ട് ടു ടൈപ്പ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. ഒന്ന് പി ടൈപ്പ് സെമി കണ്ടക്ടർ,
മറ്റത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എന്താണ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ്? എങ്ങനെയാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കിട്ടുക എന്നുള്ള ഒരു ചോദ്യം നമ്മളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡോപ്പിംഗ് നടത്തിയിട്ടാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഡോപ്പിംഗ് നടത്തുന്ന എലമെന്റ് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, സപ്പോസ് ജെ എന്ന് പറയുന്ന ഒരു ജർമേനിയം എന്ന് പറയുന്ന ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തായിരിക്കും 4 ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോ ഇവിടെ ട്രൈ വാലന്റ് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. ഒരു ഡോപ്പിംഗ് നടത്തുന്ന എലമെന്റ് ട്രൈ വാലന്റ് ആണെങ്കിൽ അത് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഡോപ്പിംഗ് ചെയ്താൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും. ട്രൈ വാലന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3 ഇലക്ട്രോൺസ് ഉള്ളത്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള എലമെന്റ്സ് ഡോപ്പിംഗ് ചെയ്താൽ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഒപ്പം ഡോപ്പിംഗ് ചെയ്താൽ എന്താകും? അതൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകും. സപ്പോസ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ജർമേനിയം എന്ന് പറയുന്ന ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമുക്കറിയാം അലൂമിനിയം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആണ്, ഗാലിയം 3 ആണ്, ബോറോൺ 3 ആണ്, ഇൻഡിയം 3 ആണ്. സപ്പോസ് നമ്മൾ ഒരു അലൂമിനിയം എടുക്കുകയാണ്, ഇവിടെയൊക്കെ അലൂമിനിയം എടുക്കും, അലൂമിനിയം ഇവിടെ ഈ അലൂമിനിയം 3 ആണെന്ന് നമ്മൾ പറഞ്ഞു, 1 2 3. അപ്പൊ ഇവിടെയുള്ള ഇതിന്റെ ഇവിടെ എന്തായിരിക്കും? ഹോൾ ആയിരിക്കും കിട്ടുക. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇവിടെ കിട്ടില്ല ഈ ഒരു പോയിന്റ്, അതായത് 3 തന്നെ ഉള്ളൂ, 3 ആയിട്ട് ഇവിടെ എന്താവുള്ളൂ? ബാലൻസ് ചെയ്യുള്ളൂ, ബാക്കി 1 ഹോൾ ആയിരിക്കും. ആ ഹോള് എന്തായിരിക്കും? ഒരു പി ടൈപ്പ്, അതിനാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ നമ്പർ ഓഫ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. ഏതില്? പി ടൈപ്പ് സെമി കണ്ടക്ടർ. അതായത് മെജോറിറ്റി ഹോൾസും മൈനോറിറ്റി ഇലക്ട്രോൺസും. അപ്പോ ഇങ്ങനെ പറയുമ്പോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എൻ ടൈപ്പിലെ മെജോറിറ്റി ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസ് ആയിരിക്കും. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് പെന്റാവാലന്റ്, ഇവിടെ നമ്മൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. എന്താ പെന്റാവാലന്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 5 ഇലക്ട്രോൺസ്, 1 2 3 4 5 അല്ലെ. അപ്പൊ നമ്മൾ സപ്പോസ് ജി എടുക്കുക, ഈ ജി എടുക്കുമ്പോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? 5 ഇലക്ട്രോൺസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ 5 ഇലക്ട്രോൺസ് ആണ് എന്ന് പറയുമ്പോ 1 2 3 4 അല്ലെ, ഇവിടെ ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് ഇത് ഇലക്ട്രോൺ അല്ലേ, എക്സ്ട്രാ വന്നത് ഇലക്ട്രോൺ അല്ലേ, നേരത്തെ വന്നത് ഹോൾ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു സെമി കണ്ടക്ടർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ അവിടെ എന്ത് കിട്ടും? നമുക്ക് അവിടെ ഒരു ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. അതായത് മെജോറിറ്റി എന്തായിരിക്കും? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തായിരിക്കും? മെജോറിറ്റി ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസും ആയിരിക്കും. ഇത് വലിയൊരു പോയിന്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ വേറൊരു ഇമ്പോർട്ടന്റ് ഉള്ളതാണ് എക്സാമ്പിൾസ് അലൂമിനിയം, ഗാലിയം. അതായത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾസ് അലൂമിനിയം, ഗാലിയം, ബോറോൺ, ഇൻഡിയം ആൻഡ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾസ് ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി, ബിസ്മുത്ത്. ഇത് CUT എൻട്രൻസ് എക്സാമിന് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താ പറഞ്ഞത്? സെമി കണ്ടക്ടർ എന്ന ടോപ്പിക് ആണ്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? അതൊരു പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആയിരിക്കും, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഇംപ്യുവർ സെമി കണ്ടക്ടർ ആയിരിക്കും. എങ്ങനെയാണ് ഒരു പ്യൂർ സെമി കണ്ടക്ടർ ഇംപ്യൂർ സെമി കണ്ടക്ടർ ആവുക? അത് ഡോപ്പിംഗ് വഴിയാണ്. ഡോപ്പിംഗ് ചെയ്തിട്ടാണ് എന്താവുക? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആവുക. അപ്പൊ ഡോപ്പിംഗ് ചെയ്യുന്ന ആ ഒരു ഇംപ്യൂരിറ്റി ട്രൈവാലന്റ് ആണെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറും, പെന്റാവാലന്റ് ആണെങ്കിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും നമുക്ക് കിട്ടും. അപ്പൊ ട്രൈവാലന്റ് ആയിട്ട് ഡോപ്പിംഗ് ചെയ്താൽ പി ടൈപ്പും, പെന്റാവാലന്റ് ആയിട്ട് ഡോപ്പിംഗ് ചെയ്താൽ എന്ത് കിട്ടും? എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കിട്ടും. അതായത് ഈ ഒരു പി ടൈപ്പിൽ മെജോറിറ്റി ഹോൾസും മൈനോറിറ്റി ഇലക്ട്രോൺസും, പെന്റാവാലന്റിലെ മെജോറിറ്റി ഇലക്ട്രോൺസും മൈനോറിറ്റി ഹോൾസിലും അല്ല. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഓർത്ത് വെക്കണം. അതായത് ഇൻട്രിൻസിക്കില് ഇത് രണ്ടും ഈക്വൽ ആണ്. എക്സ്ട്രിൻസിക്കില് ഓൺ ദ ബേസിസ് ഓഫ് പി ഓർ എൻ, ഒന്നില് ഹോൾസ് കൂടുതലും
എന്നില് ഇലക്ട്രോൺസ് കൂടുതലും ആയിരിക്കും. സോ ബി വെയർ ഇത് ഇമ്പോർട്ടന്റ് ഫോർ CUT എൻട്രൻസ് എക്സാമിനേഷൻ. താങ്ക് യു.